9th standard, Unit 12, Proportion. A person invested 10,000 rupees and 15,000 rupees in two different schemes. After 1 year, he got 900 rupees as interest for the first amount and 1,200 rupees as interest for the second amount. ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട് 10,000 റുപ്പീസും 15,000 റുപ്പീസും ഡിഫറെൻറ്റ് സ്കീംസിൽ, അതായത് ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സ്കീംസ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കുന്ന വിധത്തിലേക്കും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു 1 ഇയർ 2 ഇയറിലേക്ക് ഫിക്സ്ഡ് ആയിട്ടില്ല, എടുക്കാൻ പറ്റില്ല. നമുക്ക് ആ ഡേറ്റ് കഴിഞ്ഞാൽ മാത്രമേ, ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെയുള്ള 2 സ്കീമിലായിട്ടാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് മണി. ഒരു സ്കീമിൽ 10,000, മറ്റേതിൽ 15,000 ആണ്. Then after 1 year, ഒരു വർഷം കഴിഞ്ഞപ്പോൾ he got 900 rupees as interest for first scheme. ഫസ്റ്റ് സ്കീമിലായൊക്കെ എത്രയാണ് കിട്ടിയത് 900 rupees ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് ദ സെക്കൻഡ് സ്കീം he got 1,200 rupees. then നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ആർ ദ ഇൻട്രസ്റ്റ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്? ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊപ്പോർഷണൽ ആണോ? ആർ ദ ഇൻട്രസ്റ്റ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്? അപ്പം നോക്കാം നമുക്ക് അതിൻ്റെ ആൻസർ എന്താ വരാമെന്ന്. റേഷ്യോ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിൻ്റെത് മാത്രം റേഷ്യോ നോക്കി നമുക്ക് മനസ്സിലാവും. 900:1,200. പിന്നെ അതിൻ്റെ 2 സീറോയും പോയി കഴിഞ്ഞാൽ 9:12, then 3:4. റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 10,000:15,000. അവിടെ 30 എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. then 10:15. 10 and 15 is a multiple of 5. 10 and 15 is a multiple of 5. so short form is 2:3. അപ്പോൾ നമുക്ക് അവിടെ 3:4 വന്നിട്ടുണ്ട്. ഇപ്പോഴും 2:3 ആണ്. therefore this is not proportional. അതിൻ്റെ റേഷ്യോസ് എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. then we can write interest not proportional to the investment. നമ്മൾ സ്കീം 1ഉം സ്കീം 2ൻ്റെയും നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ കണ്ടുവെക്കുന്നതാണ്. അതായത് തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. ഞാൻ സ്കീം 1ഉം സ്കീം 2 അവിടെ കണ്ടുവെക്കുന്നതാണ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് 10,000 rupees, ഇൻട്രസ്റ്റ് 900. നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, I = PNR/100. I = ഇൻട്രസ്റ്റ് കാണാൻ I = PNR/100 ആണ്. അത് നമുക്ക് ഇവിടെ ഇപ്പോൾ 6 ആണ് കാണേണ്ടത്. 6 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. R = I × 100/PN. PN എന്ന് പറയുന്നത് നമുക്കിവിടെ ഇപ്പോൾ I × 100/PA ഉള്ളൂ. N 1 ഇയർ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ×1 എന്നുള്ളത് ആവശ്യമില്ല. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് = 9%. റേറ്റ് ഓഫ് എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് നമ്മുടെ അതിൻ്റെ ഇത് വരിക 10,000:900 ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് 10,000-ന് 900 ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ 10,000-ന് അവിടെയുള്ള 20 നമ്മൾ പോകുമ്പോൾ ഇവിടെയുള്ള 20 പോകുമ്പോൾ 100:9. സ്കീം 2 എമൗണ്ട് ഇൻവെസ്റ്റഡ് 15,000, ഇൻട്രസ്റ്റ് 1,200. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് = 1,200/15,000 × 100. ഇക്വേഷൻ യൂസ് ചെയ്തിരിക്കുന്ന ഇതാണ്. നമ്മുടെ I കാണാൻ PNR/100 ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് R കാണാൻ I × 100/PN. അപ്പോൾ ഈ × 100/PN N 1 ഇയർ ആണ്. അപ്പോൾ 15,000 × 1 ആണ് വേണ്ടത്. നമുക്കിവിടെ ഇപ്പോൾ 0 നോക്കി ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 0 ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള 100-ൽ 2 0യും ഇവിടെയുള്ള 1 0യും നമുക്കത് ക്യാൻസലാക്കാം. അപ്പോൾ 120/15 = 8%. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന റേഷ്യോ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 100:8 ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സെക്കൻഡ് സ്കീം 100:8. 100:8 നമുക്ക് ഫസ്റ്റ് വരിക 150 എന്താണ് 150:12 ആണ് വരിക. 150:12 എന്നുള്ളതിനെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് കോമൺ ആയിട്ടുള്ള നമ്പർ കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഷോർട്ട് ആക്കുന്നു. 3 കൊണ്ട് ഷോർട്ട് ആയി കഴിഞ്ഞാൽ 150/3 50 വരും. 12/3 4 വരും. അങ്ങനെ അത് 50:4 വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ 2 ഡബിൾ ചെയ്യുക. കാരണം ഇതിൻ്റെ അതേ റേഷ്യോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 100:9 ആണ് ഇവിടെ. അപ്പോൾ ഇവിടെയും 100:2 എന്നുള്ള ആ രീതി തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനാണ്. നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫസ്റ്റ് സ്കീം 9%, സ്കീം 2 8%. ദ ഏരിയ ഓഫ് A0 paper is 1 square meter. Calculate length of sides of A4 paper. Correct to millimeter using calculator. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ഏരിയ ഓഫ് A0 പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് 1 m² ആണ്. അപ്പോൾ നമുക്കറിയാം ആ A0 പേപ്പറിനെ നമ്മൾ നേരെ പകുതിയാക്കിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 2 ഷീറ്റ് ആവും അല്ലേ. നേരെ പകുതിയായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ
പകുതിയാവും അത്. അതിനെയാണ് A1 പേപ്പർ എന്ന് പറയുക. ഫസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കിട്ടുന്നത് A1 പേപ്പർ. വീണ്ടും ഫോൾഡ് ചെയ്താൽ അത് A2 പേപ്പർ, പിന്നെ വീണ്ടും A3, പിന്നെയും ഫോൾഡ് ചെയ്താൽ A4 പേപ്പർ. അങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അത് ഫോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൈഡിലുള്ള മാറ്റമാണ്. ഏരിയ ഓഫ് A1 പേപ്പർ ഹാഫ്. അതായത് 1 ആണ് ടോട്ടൽ ഏരിയ എങ്കിൽ നമ്മൾ നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ അതിന് ഹാഫേ ഉണ്ടാവുള്ളൂ ഇല്ല. ദെൻ അഗെയിൻ A2 പേപ്പർ 1/4, അതിൻ്റെ പകുതി വരും. A3 പേപ്പർ ആകുമ്പോൾ 1/2 ഓഫ് 1/4, 1/4ൻ്റെയും പകുതി എന്ന് പറയുന്നത് എന്താണ് 1/8. ദെൻ ഏരിയ ഓഫ് A4 പേപ്പർ ഈക്വൽ ടു 1/16. അപ്പോൾ A4 പേപ്പറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/16 ആയിരിക്കും. തന്നത് നമുക്ക് 1 മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് ഏരിയ ഓഫ് A4 പേപ്പർ ഈക്വൽ ടു 1/16 മീറ്റർ സ്ക്വയർ. ദെൻ റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. നമുക്കറിയാം റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് നമ്മൾ എന്താ പറയുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, √2x = x ആണ്. അതായത് ബ്രെഡ്ത്ത് x ആയാൽ ലെങ്ത് എന്തായിരിക്കും, √2x ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് √2x = x. നമുക്ക് √2:1 എന്ന് പറയാം. എക്സ് എടുത്തു കഴിഞ്ഞാൽ √2x ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അത് √2:1 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് പറയാം. അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും അറിയില്ല, ഏരിയ മാത്രമേ അറിയുള്ളൂ. ഏരിയ എന്ന് പറയുമ്പോൾ 1/16 ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ മുമ്പേ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ടാണ് റേഷ്യോ കാണുന്നത്. സൈഡ്സിൻ്റെ x √2x എന്ന് പറയുന്ന ആ സംഭവം, ബ്രെഡ്ത്ത് ടു ലെങ്ത്ത്, ലെങ്ത്ത് ടു ബ്രെഡ്ത്ത്. ലെങ്ത്താണ് വലുതുണ്ടാവുക, അപ്പോൾ ലെങ്ത്ത് ഇത് ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അറിയാം. അപ്പോൾ ഇവിടെ ഇപ്പം x സൈഡ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ബ്രെഡ്ത്ത് x ആണെങ്കിൽ ലെങ്ത്ത് √2x ആണ്. അപ്പോൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 1/16. ഏരിയ എന്ന് പറയുന്ന A4 പേപ്പറിൻ്റെ 1/16 ഇതാണെന്ന് അറിയാം. അപ്പോൾ √2 × x × x x², √2x² = 1/16. ദെൻ x² = 1/16. ഈ √2 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും, /√2 ആയിട്ട് മാറും. x² = 1/16 × √2. ദെൻ x² = നമ്മുടെ 1/16 എന്ന് പറഞ്ഞാൽ 0.625 ആണ്. 1/16 എന്ന് പറയുമ്പോൾ 0.625 ആണ്. പിന്നെ ഡിവൈഡ് ചെയ്യാം, നമ്മുടെ √2ൻ്റെ വാല്യൂ 1.414. 1/16 0.625. അതിനെ വീണ്ടും നമ്മൾ ഈ √2ൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് x² കിട്ടും. ഡിവിഷൻ്റെ സ്റ്റെപ്സ് നോക്കാം. നമുക്ക് 1നെയാണ് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1ൽ പോകേണ്ടിക്ക് നമ്മൾ പോയിൻ്റ് ഇടും, പിന്നെ 10 ആവും. 10ലും പോവില്ല, അപ്പോൾ പിന്നെ 0 ആയിട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് ആൻസർ ഇട്ടത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. 0.0442 മീറ്റർ സ്ക്വയർ. ബ്രെഡ്ത്ത് x ആണ് നമുക്കിപ്പം കിട്ടുക. ഇതിൽ നമുക്ക് x² ആണ്. x കാണാൻ ഇതിൻ്റെ റൂട്ടാണ്. റൂട്ട് കാണുമ്പോൾ നമുക്ക് 0.2102 മീറ്ററിലാണ് കിട്ടുന്നത്. ഇതൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് മീറ്ററിലാണ്. അപ്പോൾ 0.2102 മീറ്റർ എന്ന് പറയും. പിന്നെ മില്ലിമീറ്റർ ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മീറ്ററിൽ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യുക, 100 ഇൻറ്റ് ചെയ്താൽ മതി അല്ലേ. നമ്മൾ സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കുന്നത് മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കുക അല്ലേ. മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കുക 100 കൊണ്ട് ചെയ്യണം. മില്ലിമീറ്ററും കൂടി ആണെങ്കിൽ എന്ത് വേണം, അതിനെ 1000 കൊണ്ട് ചെയ്യണം. 1000 കൊണ്ട് ചെയ്യണം, അത് ഓർമ്മിക്കണം. മീറ്റർ സെൻറ്റിമീറ്ററിലാണെങ്കിൽ 100 കൊണ്ടാണ്, പക്ഷേ മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ ആകുമ്പോൾ വീണ്ടും ഒരു 10ൻ്റെ ഇത് വരും. അതുകൊണ്ട് 1000 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള പോയിൻ്റ് ഇവിടെ എത്തും, 3 സ്റ്റെപ്പ് മുന്നോട്ട് വരും. അങ്ങനെ 210 മില്ലിമീറ്റർ ആണ് ആൻസർ വരിക. പിന്നെ നമ്മുടെ ലെങ്ത്ത്, അതായത് ലെങ്ത്ത് ഇത് ബ്രെഡ്ത്താണ് നമുക്ക് 210 മില്ലിമീറ്റർ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, √2x ആണ്. √2x എന്ന് പറയുമ്പോൾ 1.414. √2ൻ്റെ വാല്യൂ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന മില്ലിമീറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 297 മില്ലിമീറ്റർ കിട്ടും. ഇൻ കാൽഷ്യം കാർബണേറ്റ്, ദ മാസ് ഓഫ് calcium, carbon, oxygen are in the ratio 10:3:12. When 50 grams of $50 gram of a compound was analyzed, it was found to contain 60 grams of calcium, 20 grams of carbon and 70 grams of oxygen. Is it calcium carbonate? കാൽസ്യം കാർബണേറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:3:12 ആണ്. അതിനകത്ത് 150 gram ഓഫ് കോമ്പൗണ്ട്, അതായത് ഒരു 150 gram ഒരു കോമ്പൗണ്ട്, ഒരു സാധനം നമ്മൾ എന്ത് ചെയ്തു, ടെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്തപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ, അതായത് 150 ആണ് അതിൻ്റെ എമൗണ്ട് ഇത് പറയുന്നത്, ആ സാധനം 150 gram ആണ്. അതെന്ത് ചെയ്തു, ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് എന്ത് കിട്ടി, 60 gram കാൽസ്യവും 20 gram കാർബണും 70 gram ഓക്സിജനും കിട്ടിയത്. നമുക്കറിയാം കാൽസ്യം കാർബണേറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 10:3.
3:12 ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ റേഷ്യോയും നമുക്ക് ആ രീതിയിൽ തന്നെ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കണം. അപ്പോൾ റേഷ്യോ ഓഫ് കാൽസ്യം കാർബണേറ്റ് 10:3:12 ആണ്. റേഷ്യോ ഓഫ് കോമ്പൗണ്ട് 60:20:70 ആണ്. അപ്പോൾ നമ്മളതിനെ ഷോർട്ടാക്കി എല്ലാ സീറോ നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ 6:2:7 കിട്ടും. 6:2:7. പക്ഷെ അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നമ്മുടെ ഏത് റേഷ്യോ മാതിരിയല്ല ഉള്ളത്, നമ്മുടെ ഫസ്റ്റ് റേഷ്യോ മാതിരിയല്ല. ഇതേ റേഷ്യോ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, അത് കാൽസ്യം കാർബണേറ്റ് ആണെന്ന് പറയാൻ പറ്റൂ. ഇവിടെ 2 ratios are different, so it is not a calcium carbonate. Ratio is not equal to the ratio of calcium carbonate, so it is not a calcium carbonate. Next, constancy proportion. Page number 185 questions ആണ്. For each pair of quantities given below, check whether the first is proportional to the second. For proportional quantities, calculate the constant of proportionality. Okay, perimeter and radius of circle. Perimeter and radius of circle. Perimeter of circle equal to 2 pi r. Then r equal to 1 perimeter 2 pi into 1. R equal to 2 perimeter 2 pi into 2. R equal to 3 perimeter 2 pi into 3. Then etc. Perimeter and radius are proportional because here നമ്മൾ ഏത് നമ്പർ ഇങ്ങനെ കൊടുത്തു ഇത് ഈ പാറ്റേണിലാണ് പോകുക. എപ്പോഴും 2 pi 2 pi 2 pi ഇവിടെയുള്ള നമ്പർ തന്നെ 1 ആകുമ്പോൾ 1, 2 ആകുമ്പോൾ 2, 3 ആകുമ്പോൾ 3 ആ ഒരു ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി എത്ര വേണം, ഇപ്പോൾ 100 r equal to 100 ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, 2 pi into 100 എന്ന് പറയാം. സോ പെരിമീറ്റർ ആൻഡ് റേഡിയസ് ആർ പ്രൊപ്പോർഷണൽ. ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി 2 pi. എല്ലാ നമ്മുടെ ആൻസറിലും 2 pi ഉണ്ട് ഫ്രണ്ടിൽ. ഇവിടെ മാത്രമേ മാറുന്നുള്ളൂ, റേഡിയസ് മാത്രമേ മാറുന്നുള്ളൂ. 2 pi ഈസ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. Next, area and radius of circles. Area of circle equal to pi r square. R equal to 1, then area equal to pi into 1 square pi. R equal to 2, area equal to pi into 2 square 4 pi. R equal to 3, area equal to pi into 3 square 9 pi. Here area and radius are not proportional because here r വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ സ്ക്വയർ വരുന്നത് കൊണ്ട് അതിൻ്റെ ആൻസർ എന്താ ചെയ്യുന്നത്, ഒരു പ്രത്യേക രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ. The distance travelled and the number of rotations of a circular ring moving along a circle. നമുക്കറിയാം, ഇപ്പോൾ റിങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്തത് തറയിൽ കറങ്ങുന്നത് തന്നെയാണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് ആ ലെങ്ത്തിനെയാണ് എന്ത് പറയുക അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയാം. ആ സർക്കുലർ റിങ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു പ്രാവശ്യമുള്ള പെരിമീറ്റർ. ഇപ്പോൾ റിങ് റൊട്ടേറ്റ് വൺസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് റിങ്. റിങ് റൊട്ടേഷൻ ട്വൈസ് 2 times of perimeter. Ring rotate 5 times perimeter. Ring rotate n times perimeter. Okay, therefore distance travelled and the number of rotations are proportional. നമുക്കറിയാം, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പാറ്റേൺ കൃത്യമായിട്ടാണ് അല്ലേ. 1 twice ആകുമ്പോൾ 2 times perimeter, 5 times ആകുമ്പോൾ 5 times perimeter, n times ആകുമ്പോൾ n times perimeter. അതിനൊരു പ്രത്യേക ഒരു ഓർഡർ ഉണ്ട്. അതുകൊണ്ട് എന്ത് പറയാം, നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആർ പ്രൊപ്പോർഷണൽ. അതായത് നമ്മുടെ ആ റിങ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളത് തറയിലിട്ട് കറക്കുന്ന സമയത്തുള്ള അതിൻ്റെ മൂവ്മെൻറ്റ്, അത്ര ഡിസ്റ്റൻസാണ് അത് മൂവ് ചെയ്തത്. അതും അതിൻ്റെ അതിൻ്റെ എന്താണ് നമ്പർ ഓഫ് റൊട്ടേഷൻസ്. ഒരു പ്രാവശ്യം ആകുമ്പോൾ ഒരു പ്രാവശ്യമുള്ള പെരിമീറ്റർ, 2 times ആകുമ്പോൾ 2 times ഉള്ള പെരിമീറ്റർ. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആർ പ്രൊപ്പോർഷണൽ. Next, the interest got in a year and the amount deposited in a scheme in which interest is compounded annually. Annual interest equal to I equal to PNR. Compound interest is changing every year since it is the interest on interest. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും അതും എന്താണെന്ന് പറയുന്നത്, അതിന് പ്രൊപ്പോർഷണൽ ആണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ സോ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് 10,000 rupees ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ P equal to 10,000, R equal to 10%, N equal to 2. This is an example. I equal to PNR എന്ന് പറയുമ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് എങ്ങനെ കാണാം, 10,000 into 1 into 10/100 ദാറ്റ്സ് ഈക്വൽ ടു 1000. ഹൗ, ഇവിടെയുള്ള 2 0യും ഇവിടെയുള്ള 1 0 ഇവിടെയുള്ള 2 0 ക്യാൻസൽ ആവും. ഇവിടെയുള്ള 2 0 ഈ 0 ക്യാൻസൽ ആവും. ബാക്കി 1000 മാത്രമേ ബാക്കിയുണ്ടാവും. 1000 ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ 1000 ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രിൻസിപ്പൽ എമൗണ്ട് ബൈ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 10. അതാണ് ആൻസർ കിട്ടിയത്, 10. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ദ ഇൻട്രസ്റ്റ് ഗോട്ട് ഇൻ എ ഇയർ ആൻഡ് ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ എ സ്കീം. ഇൻട്രസ്റ്റും നമ്മുടെ ഇയറും അത് എന്താണ് പറയുന്നത്, കോമ്പൗണ്ടഡ് ആനുവലി അത് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് P/I ഫൈൻഡ്, ദെൻ ആൻസർ 10.
സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് എന്തായിട്ട് മാറി? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എമൗണ്ട് മാറി. പ്രിൻസിപ്പൽ എമൗണ്ട് എന്താ വരിക? പ്രിൻസിപ്പൽ എമൗണ്ടിനോട് നേരത്തെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്താലാണ് സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാവുക. അപ്പോൾ ഈ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം, എമൗണ്ടിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ. ഇൻറ്റു 1/10/100. ഇവിടെ ഇപ്പോൾ 20 ഉണ്ട്, ഇവിടെയുള്ള 10യും, പിന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് 11,000 വരാം അല്ലേ. 10,000 × 1,000 11,000. ഇവിടെയുള്ള 20യും, ഇവിടെയുള്ള ഒരു 0, ഇവിടെയുള്ള ഒരു 0 കട്ടാവും. പിന്നെ എന്താ വരിക? 1,100. അപ്പോൾ 1,100 വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇനി P/I = 11,000/1,100. അപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള 20യും കട്ട് ചെയ്യും. പിന്നെ 110/11 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ആ 10 തന്നെയാണ് നമ്മുടെ എന്ത് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 2 ഇയർ ആണ്, അപ്പോൾ 2 ടൈംസ് നമ്മൾ ചെയ്യണ്ടോ. അപ്പോൾ നമുക്ക് P/I എന്തായിട്ടാണ് വന്നിട്ടുള്ളത്? കോൺസ്റ്റൻ്റ് ആണ്. എപ്പോഴും ഒരേ നമ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്തപ്പോൾ P/I 10 ആണ് വന്നത്, ഇപ്പോൾ ചെയ്തപ്പോൾ P/I എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. സോ P/I ഈസ് കോൺസ്റ്റൻറ്റ്, സോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. ദ വോളിയം ഓഫ് വാട്ടർ poured into hollow prism ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ. നമ്മളൊരു ഒഴിഞ്ഞ പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നു, ആ വെള്ളത്തിൻ്റെ ഹൈറ്റും എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആണോ എന്ന് ചോദിക്കും. നമുക്കറിയാമല്ലേ വോളിയം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. Volume equal to base area into height. Volume increases when height is increase. Height increase ചെയ്യില്ല, വോളിയം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത്? വെൻ ഹൈറ്റ് ഇൻക്രീസ്. എന്തുകൊണ്ടാണ്? ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് അതിൻ്റെ ഹൈറ്റ് കൂടുന്നതിനെയാണ് എന്ത് പറയുക? വോളിയം കൂടിക്കൊണ്ടേയിരിക്കുക. ഒരേ പാത്രമാണെങ്കിൽ അല്ലേ. ഇപ്പോൾ വോളിയം ആൻഡ് ഹൈറ്റ് ആർ പ്രൊപ്പോർഷണൽ. ബേസ് ഏരിയ ഈസ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ബേസ് ഏരിയ മാറില്ല, ഹൈറ്റ് മാറുന്നതിനനുസരിച്ചിട്ടാണ് വോളിയം മാറിക്കൊണ്ടേയിരിക്കുക. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുമ്പോഴുള്ള കാര്യമാണ് അത്. ഒരേ പാത്രത്തിൽ വെള്ളം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് ഏരിയ എന്താ? നമ്മളിപ്പം വെള്ളം ഒഴിക്കുന്നതിനെ കൂടുക, അപ്പോൾ അതിൻ്റെ ഹൈറ്റ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഡ്യൂറിങ് റെയിൻഫാൾ ദ വോളിയം ഓഫ് വാട്ടർ ഫാളിങ് ഇൻ ഈച്ച് സ്ക്വയർ മീറ്റർ മേ ബി കൺസിഡേർഡ് ഈക്വൽ. നമുക്കറിയാം ഒരേ ഏരിയയിൽ മഴ പെയ്യുന്നത് അല്ലേ. ഒരു ഏരിയയിൽ മഴ എങ്ങനെയുണ്ടാവും? ഒരേപോലെയുണ്ടാവും. ഒരു ഏരിയയിൽ അവിടെ നമ്മുടെ ഹൈറ്റ്, നമ്മളിപ്പോൾ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഹൈറ്റൊക്കെ എന്തായിരിക്കും? ഈക്വൽ തന്നെയായിരിക്കും. നമ്മുടെ വെള്ളം നോക്കാം, മഴവെള്ളം മരങ്ങളൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് മരങ്ങളൊന്നും ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യാം? നമ്മൾ മഴയുടെ മെഷർമെൻറ്റ് അളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അല്ലെങ്കിൽ മരങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ അതിൽ വീഴുന്നതൊക്കെ എന്താവും? നമ്മുടെ പാത്രത്തിലാവും. അപ്പോൾ അങ്ങനത്തെ പെട്ടെന്ന് ചിലപ്പോൾ അത് നിറയാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതിൻ്റെ റെയിനൊക്കെ മെഷർമെൻറ്റ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത്, അതായത് ഗ്രൗണ്ട് പോലെയുള്ള പ്ലേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മെഷർമെൻറ്റ് ബോട്ടിൽ വെക്കാം. Prove that the volume of water falling in region is proportional to the area of region. അതായത് മഴേൻ്റെ ഇതെന്താ പറയുന്നത്? മഴ റീജിയണിൽ പെയ്യുന്നതും അതിൻ്റെ ഏരിയയും തമ്മിലുള്ള, ഒരു സ്ഥലത്തുള്ള ഏരിയയും തമ്മിലുള്ളത് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. വോളിയം ഓഫ് വാട്ടർ ഫാളിങ് ഇൻ എ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? കെ ആയിട്ട് എടുത്തു. ഏരിയ ഓഫ് റീജിയൺ ഈക്വൽ ടു എ, ദെൻ വോളിയം ഈക്വൽ ടു കെ എ. വോളിയം ഓഫ് ഫാളിങ് ഇൻ എ റീജിയൺ, ഒരു റീജിയണിൽ പെയ്യുന്നത് ഒരേപോലെ ഉണ്ടാവും, അത് ഫിക്സ്ഡ് ആണ് അല്ലേ. ഫാളിങ് ഇൻ എ റീജിയൻ, വാട്ടർ ഫാളിങ് ഇൻ എ റീജിയൻ, ഒരേ ഏരിയയിൽ മഴ എന്താ ഒരേപോലെ ഉണ്ടാവുക. സോ ടേക്ക് ദാറ്റ് കെ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഏരിയ ഓഫ് റീജിയൻ എന്ന് പറയുന്നത് എ ആണ്. ഏരിയ ഓഫ് റീജിയൻ എന്ന് പറയുന്നത് എ ആയിട്ട് എടുത്ത. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അവിടെ പെയ്യുന്ന മഴയുടെ അളവ് ഇൻറ്റു നമ്മുടെ ആ ഏരിയ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഇത് കാണാൻ വേണ്ടി നമ്മൾ എന്താണ്? വാട്ടർ ഫാളിങ് ഇൻ എ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ. Constant of proportionality is K. Next, explain why the heights of rainwater collected in different sized hollow prisms near one another are equal. നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ഹോളോ പ്രിസംസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ റെയിൻ വാട്ടർ ലെവൽ അളക്കുകയാണെങ്കിൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് തന്നെയാണ്. വോളിയം ഓഫ് വാട്ടർ ഫാൾസ് ഇൻറ്റു ദ വെസൽസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ. എവിടെയാണ് വാട്ടർ ഫാൾസ് ഇൻ ടു ദ വെസൽ? പാത്രത്തിന് നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഓരോത്തിൻ്റെയും ഏരിയക്ക് അനുസരിച്ചായിരിക്കും, പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ. നമ്മുടെ ഇപ്പോൾ ചെറിയ പാത്രമാണെങ്കിൽ ചെറിയ ഏരിയ ഉണ്ടാവുക, വലിയ പാത്രമാണെങ്കിൽ വലിയ ഏരിയ ഉണ്ടാവുക. അതിൻ്റെ പാത്രത്തിൻ്റെ ഷേപ്പ്, ചിലത് നല്ല വട്ടമുള്ള വലിയ പാത്രമായിരിക്കും, ചിലത് നമ്മളിപ്പോൾ ബോട്ടിൽ പോലത്തെ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? ചെറുതായിരിക്കും അല്ലെ, ചെറിയ സർക്കിളായിരിക്കും. ബക്കറ്റ് പോലെയാണെങ്കിലോ വലിയ ഏരിയ ആയിരിക്കും അല്ലേ. ഗ്ലാസ് വെക്കുകയാണെങ്കിൽ അത് ചെറിയ ഏരിയ ആയിരിക്കും. വേറെ ബോട്ടിലാണെങ്കിൽ അത് ഇതിപ്പം ചെറിയ ബോട്ടിൽ വെക്കുക, വലിയ ബോട്ടിൽ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബേസ് ഏരിയ മാറിക്കൊണ്ടേയിരിക്കും. Here in cylindrical vessels of different base area, the rise of water level is same for all. Already എന്തായിരിക്കും? നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബേസ് ഏരിയ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവൽ എന്തായിരിക്കും? ഏകദേശം ഒരുപോലെയാണ് ഉണ്ടാവുക.
ഇനി നോക്കാതെ അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. കാരണം അതിനകത്ത് പിക്ചർ വൈസ് നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. When weight is suspended by a ring, the extension is proportional to the weight. Explain how this can be used to mark weights on spring balance. നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ സ്പ്രിങ് ആണെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്ന സ്പ്രിങ് കണ്ടില്ലേ, സ്പ്രിങ്ങിൻ്റെ രീതി, സ്പ്രിങ് എവിടെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ചെറിയൊരു വെയിറ്റ് കൊടുത്താൽ സ്പ്രിങ്ങിൻ്റെ ഈ ചുരുളുകൾ കണ്ടോ കുറച്ച് ഡിസ്റ്റൻസിൽ വരും. നല്ല വെയിറ്റ് വരുമ്പോൾ എന്താ കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ വരും. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ വെയിറ്റ് ഇട്ടാലോ ഈ സ്പ്രിങ് ഇങ്ങനെ നീർന്ന് കുറച്ചും കൂടി ഇങ്ങനെ വരും, ഇങ്ങനെയായിട്ട് വരിക ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വെൻ വെയ്റ്റ്സ് ഈസ് സസ്പെൻഡഡ് ബൈ എ സ്ട്രിങ്, ദ എക്സ്റ്റൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെയിറ്റ്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു മാർക്ക് വെയിറ്റ് ഓൺ സ്പ്രിങ് ബാലൻസ്. സ്പ്രിങ് ബാലൻസിൽ വെയിറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ പിന്നെ ഇപ്പം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. വെൻ വെയിറ്റ് ഈസ് സസ്പെൻഡഡ് ബൈ എ സ്ട്രിങ്, ദ എക്സ്റ്റൻഷൻ പ്രൊപ്പോർഷണൽ ടു ദ വെയിറ്റ്. വെൻ ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു മാർക്ക് വെയിറ്റ് ഓൺ എ സ്പ്രിങ് ബാലൻസ്. അപ്പോൾ ആൻസർ നോക്കുക. വെൻ വെയിറ്റ് ഈസ് സസ്പെൻഡഡ് ബൈ എ സ്പ്രിങ്, ദ എക്സ്റ്റൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെയിറ്റ്. വെയിറ്റിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, എക്സ്റ്റൻഷൻ ഇത് മാറിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം ചുരുളുകൾ വെയിറ്റിനനുസരിച്ചിട്ട് എന്തായാലും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. സ്പ്രിങ് കണ്ടില്ലേ നിങ്ങൾ, ആദ്യം നമുക്ക് അടുത്തടുത്തായിരുന്നു എൻ്റെ ചുരുളുകൾ ഉണ്ടായിരുന്നത്. ചെറിയ വെയിറ്റ് ആകുമ്പോൾ എന്തായി കുറച്ചും കൂടെ വെയിറ്റ് ആകുമ്പോൾ അത് കുറച്ചും കൂടി ആയി. ഇനിയിപ്പോൾ അങ്ങനെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ആ സ്പ്രിങ്ങിൻ്റെ ചുരുളുകൾ എന്താവും, നിവർന്ന് കുറച്ചും കൂടെ വിരിങ്ങനായിട്ട് വരും. ആദ്യം വളരെ അടുത്താണ് ഉണ്ടാവുക അല്ലേ, ആദ്യം ഒന്നുമില്ലാത്തപ്പോൾ വെയിറ്റ് ഒന്നും ഇല്ലാത്തപ്പോൾ അടുത്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിവിടെ പറയുന്നത് ദ എക്സ്റ്റൻഷൻ എക്സ് വെൻ ദ സസ്പെൻഡഡ് വെയിറ്റ് ഈസ് ഡബ്ല്യു, ദെൻ എക്സ് ഈക്വൽ ടു കെ ഡബ്ല്യു. ഡബ്ല്യു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡബ്ല്യു എന്ന് പറയുമ്പോൾ വെയിറ്റ് ആണ്, എക്സ് ബൈ കെ. കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കേണ്ട കാര്യം, വെൻ വെയിറ്റ് ഈസ് സസ്പെൻഡഡ് ബൈ എ സ്ട്രിങ്, ദ എക്സ്റ്റൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെയിറ്റ്. എക്സ്റ്റൻഷനും വെയിറ്റും പ്രൊപ്പോർഷണൽ ആണ്. കാരണം എന്തുകൊണ്ടാണ്, നമുക്കറിയാം വെയിറ്റ് കൂടുന്നതിന് നമ്മുടെ എക്സ്റ്റൻഷൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ചുരുളുകൾ എന്തായിട്ട് വരുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. ആദ്യം അടുത്തിട്ടായിരുന്നുള്ളത്, പിന്നെ എന്തായി അതിൻ്റെ ഡിസ്റ്റൻസ് വന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ദ എക്സ്റ്റൻഷൻ എക്സ് വെൻ ദ സസ്പെൻഡഡ് വെയിറ്റ് ഈസ് ഡബ്ല്യു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റൻഷൻ എക്സും സസ്പെൻഡഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ എക്സ് അത് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക, വെയിറ്റിനനുസരിച്ചിട്ടാണ് അല്ലെ, കോൺസ്റ്റൻറ്റ് ഇൻറ്റു വെയിറ്റ് ആണ്. അപ്പോൾ ഡബ്ല്യു കാണാൻ നമ്മൾ എന്താ ചെയ്യുക, എക്സ് ബൈ കെ അതിന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് നോക്കാം. പ്രൊപ്പോർഷൻ എന്നുള്ള ഇത് നിങ്ങൾ ചെറിയ 7th സ്റ്റാൻഡേർഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസായിട്ടാണ് ഈ ചാപ്റ്ററൊക്കെ മൂവ് ചെയ്ത് പോകുന്നത്.